പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ,
പ്രിയരേ ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ. പരിചരിക്കുന്നവരെ പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം പ്രതീക്ഷിക്കാതെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മഹത്വവും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുള്ള നാളിൽ കർത്താവേ നീ അണിയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവർക്ക് വരം പാകേ. കർത്താവേ നിന്നെ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശഭൂമി നിഴലാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരവയം നീ നൽകണമേ. പ്രതരായുസ്സും മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നമുക്ക് സമാധാനം. കർത്താവിന്റെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുരുടരാ വരമരുളേണം.
രക്ഷകനായി കബറടകൾ ഉപയോഗിക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭയാനമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാഗ്രഹം സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഭവം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു
മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. കാണില്ലൊരൽപ്പം കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. പെട്ടെന്നനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. ഉള്ളൂർ പള്ളിയിൽ വെച്ച് ആരംഭിച്ചത് എല്ലാ സേവനങ്ങളെയും അനുസ്മരിച്ച് ചിന്തയിതാവിൻ്റെ ദേഹവിയോഗത്തിലുള്ള പ്രാർത്ഥനയും സ്നേഹവും അറിയിച്ച് മരിച്ചുയർപ്പിക്കുന്നവരെയും നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയുടെ കർത്താവെ, കരയുന്നവർ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ വാഗ്ദാനം പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവ് നീ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ
കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗി. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, പുരുഷനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയുമുയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന് സന്തോഷവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദീപശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവപുത്രൻ റൂഹായി മൃതരാമെന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കുവാമേൻ തെളിവായി എന്നുടെ നാഥാവിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിശ്വാസമോടെ ദാസൻ ചെയ്യും വെളിയുന്നാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയം വിശ്വാസമുടെ കാത്തയും ബലിയും നാദ തിരുസന്നിധിയിൽ. പൂർവന്മാരാഗം സഹാക്യാക്കോ അഖിലാശീർദൻ പരിപാലനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസർച്ചയും ബലിയെന്നാഥ തിരുസന്നിധിയിൽ. പുരുവത്സലരാം സ്നേഹരമൊരുപോൽ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസർച്ചയും ബലിയെന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തെ നീ വിളിക്കുന്നു, വച്ചിരിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നുവെങ്കിൽ ആത്മരക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രദേശവന്റെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളെല്ലാം അവൻ
രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ സത്യദാസമേപത്തെ കർത്താവേ, ആശുദ്ധമഹനീയമായ നിന്റെ ദാസനെ വിളിക്കുകയും നിന്നെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണപ്പെടലുവരെ മഹിമയോടുകൂടി ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ പുരുഷനുടെ അടത്തോടും ദൈവദൂതന്മാരുടെ കുമ്പടിയോടും ഗുണവാനുമേങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറങ്ങുകയും ദർശനങ്ങൾ നീതിമാന്മാരുടെ വേദനിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതീക്ഷ നിർഭരമായ വലിയ ദിവസത്തിൽ നിന്റെ ദരിദ്രതയുള്ളവർക്കായി ലോകാരംഭത്തിനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെയവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെയവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ.
കഷ്ടതയിൽ വർത്തിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർത്തിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം. വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർന്ന ദാസന്മാരും ആരാധകരുമായവരെ നീ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് എന്നേക്ക് മക്കളിൽ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. പുല്ലിന് തുല്യൻ നരനൊരാളുകളോ ഹാലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ബാധിക്കുമോ. മനോലം മാറാമൻ മൂലം മീനാമേ ശരണ താലേനൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനൻ ജീവാസനമതുണർത്തണമേ. കബറേ നമ്പറുദീസായി സ്തോമൻ കാലു കുറിയേലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, അനുഗ്രഹിച്ച് സഹായിക്കുമാറാകണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യർക്കും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബാധിക്കുമോ തന്റെ മരണത്താൻ ഞങ്ങളുടെ മരണത്തെ വായിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ വലിയ ബാധിക്കുമോർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരുമായ കർത്താവേ, എന്നെ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണമോ നിന്റെ ദാസന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് കൂടെയും നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച സകല വിശ്വാസികളുടെ നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ ഇവനെ വസിപ്പിക്കണമേ. നിന്നെ സ്തുതി ചെയ്തിരുന്നു പാറയ്ക്കുമോ. എന്റെ ശരീരം ഭാഷേച്ചം പാറ എന്നും അവൻ ജീവിപ്പാരങ്ങ് തൊട്ട് മരിച്ചത് ഞാൻ എന്നും കേട്ട തന്നരുളിന്ന് മഹത്വം മുറിയോറാഹിന്മേലയിലുവാതാറേൻ മരമതിനുയരെ കർത്താവേ കള്ളരു കെട്ടിയ നിന്റെ വരം ഹൃസ്വത്തെ കൊണ്ടാടി മതി ചോറും കൈക്കൊണ്ടീടേണം. കരുണയുള്ള കർത്താവേ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടവും നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാക്കുകളും ദാസനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥന പിതാമത്തിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വരം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായസും.
അവന്റെ സന്തോഷത്തിൽ അവരാന്നേക്കും. കർത്താവേ നിൻ സുനിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതിയും ഭാവപുത്രൻ റൂഹായി മൃദുരാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിന്റെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ഉന്നത കൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത കൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂരിതമല്ലോ. ഉന്നത കൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത കൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷന്റെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയോവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിന് കർത്താവിനെ കാത്തിരിക്കുന്നു. നിന്റെ പാപങ്ങളിലെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആധിപത്യത്തിലേക്ക് ആമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കർമ്മ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥന്റെയുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവന്മാരുടെ അകമ്പടിയുടെ വാനമേങ്ങൾ നീ പ്രത്യക്ഷമാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കബരം ഉയർക്കുകയും ദുഷ്ടജനീമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകത്തിൽ ലോകത്തിന്റെ ആരംഭത്തിൽ സത്യമാപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയുമെങ്കിലും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ പിതാവിനെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം യാത്രയാക്കുകയാണ്. ഒരു വിശ്വാസിയും അധ്വാനിയും സഭാസ്നേഹിയുടെ ഉപാസ്നേഹിയായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ ഒരാൾ വൈദികനും ഒരു സിസ്റ്ററുമുണ്ട്. അതോടൊപ്പം മറ്റെല്ലാ സഹോദരനോടും വൈദികനോടും സിസ്റ്ററിനോടും ഞാൻ ഇടവരുടെ നാമത്തിലുള്ള അനുശോചനം പ്രത്യേകമായിട്ട് പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുകയാണ്. അനുഗ്രഹിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്റേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ക്. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവനിയൊരു സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക തവ ജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിയാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോന് ക്ഷയനാകും. മർത്യതയേവം സകലിൽ
പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ്വര. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിമയുടെ അന്തിമവിധി നാളെ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൈകണമേ നിത്യായുസിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചന് വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പതിപ്പറമ്പിൽ ജോസഫ് ചേട്ടന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ ജോമിയച്ച, പ്രിയപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 86 വർഷത്തിന്റെ ദീർഘായുസ്സും ആ ദീർഘായുസ് കൊണ്ട് നേടിയെടുത്ത പുണ്യത്തിന്റെ ബലവും പേറി പ്രിയപ്പെട്ട ജോസഫ് ഏട്ടൻ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവം യാത്രയാവുകയാണ്. ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ഈ അപ്പച്ചനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുമ്പോൾ 86 വർഷങ്ങൾക്ക് മുമ്പ് ഈ മകന് വേണ്ടി ദൈവം ഒരുക്കാൻ തുടങ്ങിയ ഇടത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം മാലാഖമാർ ഈ മകനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ മകന് വേണ്ടി ദൈവം ഒരുക്കിയ ഇടം സ്വന്തമാക്കുവാൻ ഈ മകനെ അനുഗ്രഹിക്കണമേ എന്ന് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ഏവർക്കും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. അച്ചാച്ച എന്ന് വിളിച്ച് അനുഗ്രഹം തേടുന്ന ഈ ഭവനത്തിൽ അച്ചാച്ചനെന്ന വിളി നിശബ്ദമാകുമ്പോൾ ആ നിശബ്ദതയിൽ ധ്യാനിക്കുവാൻ ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും കാണിച്ചു കൊടുത്തുകൊണ്ടുമാണ് പ്രിയപ്പെട്ട ഈ അപ്പച്ചൻ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാകുന്നത്. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഉയർപ്പുകാലത്തിന്റെ ആരാധനക്രമത്തിലൂടെയാണ് നാം ഇപ്പോൾ ഏവരും കടന്നു പോകുന്നത്. പീഡകളേറ്റ് മരിച്ച് ഉയർത്ത യേശുവിന്റെ ആ ഉയർപ്പ് രൂപത്തിലേക്ക് നോക്കുമ്പോൾ
അവന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന ആണിപ്പാടുകളുടെ മുറിവുകൾ കാണിച്ചുകൊണ്ട് യേശു നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. മരണത്തിന് ശേഷവും നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് നീ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റ മുറിപ്പാടുകൾ അനുഗ്രഹമായി മാറുമെന്നുള്ള ഒരു വലിയ പാഠമാണ്. ഈ ഒരു വലിയ സത്യം ധ്യാനിക്കുമ്പോൾ ക്ഷീണിച്ച ജോസഫയ്യപ്പന്റെ ശരീരം ഈ കുടുംബത്തിന് വേണ്ടി സ്നേഹത്തിന്റെ നിറവിൽ അധ്വാനിച്ചതിന്റെ ഒരു വലിയ മാതൃകയാണ്. 60 വർഷങ്ങൾക്ക് മുമ്പ് മേരിക്കുട്ടിയെ ജീവിത സഖിയായി സ്വീകരിച്ച് ദൈവം മക്കളെ കൊണ്ട് 8 മക്കളെ കൊണ്ട് സമ്പന്നമായി അനുഗ്രഹിച്ച കുടുംബത്തിൽ അധ്വാനത്തിന്റെ മൂർത്തിഭാവമായി മക്കളെ 8 പേരെയും പോറ്റുനോവ് അറിയിച്ചു വളർത്തി ധന്യമായ ഒരു ജീവിതം നയിച്ച നല്ല ഒരു പിതാവ്. ബഹുമാനപ്പെട്ട ജോമിയച്ചൻ വൈദികനായപ്പോൾ പ്രിയപ്പെട്ട ജോസഫേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ ലോക ജീവിതവും പരലോക ജീവിതവും ഞാൻ സുരക്ഷിതമാക്കി എന്നുള്ളതാണ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ കുർബാനയിൽ എന്നും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്കൊരച്ഛനെ കിട്ടി. ഞാൻ മരണശേഷവും എനിക്ക് വേണ്ടി എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ കന്യാസ്ത്രീയായി ഒരു മകളെ എനിക്ക് കിട്ടി. ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ മറ്റ് 6 മക്കളെയും ദൈവം എനിക്ക് നൽകി. ഈ ലോക ജീവിതവും പരലോക ജീവിതവും ഒരുപോലെ സുരക്ഷിതമാക്കിയ ഒരു ജീവിതയാത്ര. രക്തസാക്ഷികളുടെ രക്തത്തുള്ളികൾ തിരുസഭയ്ക്ക് അനുഗ്രഹമായി മാറുന്നത് പോലെ അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് തുള്ളികളും സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് ഈ ജീവിതത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ജോമിയച്ചനോടൊപ്പം 12 വൈദിക പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ആ കൂടെയുള്ള സഹവൈദികരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ അപ്പച്ചൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയിൽ അലയടിക്കുകയാണ്. എനിക്ക് 12 മക്കളായ അച്ഛന്മാരെ ദൈവം എനിക്ക് നൽകി. ഈ ഒരു വലിയ നിർവൃതി സഭയ്ക്ക് മക്കളെ നൽകുന്നതിലും അധ്വാനിച്ച് മക്കളെ വളർത്തുന്നതിലും ആനന്ദം കണ്ടെത്തിയ ഒരു കുടുംബനാഥൻ എപ്പോഴും ഒരു വലിയ ജീവിത മാതൃകയായി കടന്നു പോവുകയാണ്. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു നിഴലായി കൂടെ നടന്ന അമ്മച്ചി. അപ്പച്ചൻ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ പലപ്പോഴും പറയുമായിരുന്നു, ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും എന്റെ ആഗ്രഹം മക്കളെ കഷ്ടപ്പെടുത്താതെ ദൈവമേ എന്നെ ഒന്ന് വിളിക്കണമേ എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടെങ്കിലും അവരെ കഷ്ടപ്പെടുത്താതെ എന്നെ വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മനസ്സൊരുകിയ ഒരു നല്ല പിതാവ്. ആ പിതാവിന് ശക്തിയായി നിന്നത് പ്രിയപ്പെട്ട അമ്മച്ചിയായിരുന്നു. അപ്പച്ചനൊന്ന് ചെരിയുമ്പോൾ, അപ്പച്ചനൊന്ന് മൂളുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇമമെട്ടാതെ ഈ അപ്പച്ചനോടൊപ്പം ഈ അപ്പച്ചനെ ശുശ്രൂഷിച്ച് യാത്രയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ അമ്മച്ചിക്ക് ദൈവം കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്. ഈ അപ്പച്ചന്റെ വേർപാടിൽ പ്രിയപ്പെട്ട അമ്മച്ചി ഈ ഒരു തിരിച്ചറിവോടുകൂടെ അപ്പച്ചനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കാൻ കഴിയണം, എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞു, പ്രാർത്ഥനയോടെ യാത്രയാക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകി. ആ ഒരു നിർവൃതിയോടെ അപ്പച്ചനായി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഈ അപ്പച്ചന്റെ വീറത്തിന്റെ അധ്വാനമാണ് ഈ കുടുംബത്തിന്റെ അഭിവൃദ്ധി. സമ്പന്നതയുടെ നടുവിലും അഭിവൃദ്ധി പ്രാപിച്ചപ്പോഴും ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ മുറുകെ പിടിക്കുവാൻ ഈ മനുഷ്യന് കഴിഞ്ഞു. ധനികനായ അരമത്തിയക്കാരൻ ജോസഫ് തന്റെ സമ്പന്നതയുടെ നടുവിലും പൂന്തോട്ടത്തിൽ ഒരു ശവക്കല്ലറ പണിത് മരണത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ നിറച്ചതുപോലെ ജീവിതത്തിൽ എപ്പോഴും ഈ മരണത്തിന്റെ ഓർമ്മ നിറച്ചുകൊണ്ട് അഭിവൃദ്ധിയുടെ നടുവിലും ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ അപ്പച്ചന് കഴിഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ നിശബ്ദതയിൽ
ഈ അപ്പച്ചന്റെ വലിയ പുണ്യം ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് ഏവർക്കും ഈ പരിശുദ്ധമായ നിമിഷം പ്രത്യേകമായി ഈ അപ്പച്ചനെ യാത്രയാക്കാം. ജീവിതകാലത്ത് ചെയ്തുപോയ തെറ്റുകൾക്ക് ദൈവമേ മാപ്പ് കൊടുത്ത് ആ മകനായി ഒരുക്കിയ ഇടത്തിൽ നിന്റെ തിരുമുഖം കാണാനുള്ള ഭാഗ്യം ഈ അപ്പച്ചന് കൊടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിലെ അപ്പച്ചന്റെ വേർപാടിൽ ദുഃഖാർത്തനാരിയിലെ പ്രിയപ്പെട്ട ജോമിയച്ചനും സിസ്റ്ററിനും മറ്റു മക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായ സമൂഹത്തിന്റെ പേരില് അനുശോചനം അറിയിക്കുന്നതോടൊപ്പം തുടർന്നുള്ള പ്രാർത്ഥനയിൽ അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് സ്നേഹപൂർവ്വം വാഗ്ദാനം ചെയ്തുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്താൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാനിക്ക് ഞങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചൊള്ളുകയും ചെയ്യട്ടെ. നിന്റെ മകനെയുമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി.
പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ ഗിരിവനായ കർത്താവ് ഈ ദിവസം നീതികൂടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധമായ വൃത്തിക്ക് വാഗ്ദാനം ചെയ്ത പ്രജ്ഞാനത്തിലേക്ക് ദൈവവചനത്തിനെ പ്രവേശിക്കുമാറാകട്ടെ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു.
ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം, തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. എന്നെ ഏതേരേൽപ്പാനായി
യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുന്ന ായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭർത്താവിന്റെ ശാരീരിക വേർപാടിനെതിരായിരിക്കുന്ന ഭാര്യ, പിതാവിന്റെ വേർപാടിനെതിരായിരിക്കുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും നിങ്ങളുടെ ഏവരുടെയും അനുകൂലതയും വേണ്ടിയുള്ള അനുശോചനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ബുദ്ധനായ മിശിഹായിലുള്ള വിശ്വാസം അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 8 മക്കളുള്ള കുടുംബത്തെ തന്റെ അധ്വാനം കൊണ്ട് സംരക്ഷിക്കുകയും മക്കളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക ഈ നല്ല പിതാവിന് സ്വർഗീയ പിതാവ് തന്റെ ഭവനത്തിൽ ഇടം നൽകട്ടെ. കർത്താവ് ഇദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് അദ്ദേഹം സ്വീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും മക്കളുടെ ജീവിതങ്ങളിലൂടെ കുടുംബങ്ങളുടെ വിശുദ്ധി വളരുന്നതോടൊപ്പം ദൈവത്തിനായി സഭയ്ക്കായി സമർപ്പിതരായ 2 മക്കൾ ജൂനിയർ ജോസിനായി ഈ പിതാവിന്റെ ക്രൈസ്തവ വിശ്വാസത്തെ അതിരൂപതയുടെയും സാർവത്രിക സഭയുടെയും വിഹായസിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അവരുടെ വലിയ സേവനങ്ങൾ ദൈവസന്നിധിയിൽ തീർച്ചയായും ഈ പിതാവിന് വലിയ അനുഗ്രഹമായി മാറട്ടെ. അൾത്താരയിൽ അനുദിനം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വേദികളിൽ ദൈവം അനുസ്മരിക്കപ്പെടുകയും ആ വലിയ പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. നല്ലവനായ ദൈവം ഈ കുടുംബത്തിന് അനുഗ്രഹം നൽകട്ടെ എന്നോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സാന്നിധ്യം വഴിയായിട്ട് നാം നൽകുന്ന ആശ്വാസം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയതാണ്, വിലയുള്ളതാണ്. കർത്താവ് ഈ സഹോദരന് സ്വർഗീയ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അന്ത്യകർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ ഹൃദയാഹിലർക്കും ജീവനും അതുപോലെ ശരണവും അരുളിയിടാൻ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ
ജീവിതകാലത്ത് ദൈവത്തെ പ്രസാദം ചെയ്യാൻ ദൈവം നീതിവാന്മാർക്ക് ഉപയോഗിക്കുമാറാകട്ടെ. നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ പ്രാർത്ഥനയാലും ജീവന്റെ പുസ്തകത്തിലെയും തെരഞ്ഞെടുക്കപ്പെടുകയാണ് ശ്രദ്ധയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും കരുണപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ട് നാം ഈ ആകാശത്തിലെ ഭൂമിയുടെ രാജാവാകുന്നു ജീവന്റെ മരണത്തിന്റെ നാഥൻ പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മറുപടിയാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനകാലയുടെ ശരീരങ്ങളെ മഹത്വം അണിയിക്കുന്നു. ജീവന്റെ മരണത്തിലെ നാഥൻ പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയായപ്പോൾ ചാച്ച മരിച്ചു എന്ന് വിവരമാണ്. ഉടനെ തന്നെ അവരുടെ ശരിനാമോ മുറകർത്താവോ എന്നെ വിളിച്ച് അറിയിക്കുകയുണ്ടായി. പ്രോഗ്രാമുണ്ടായത് അതൊക്കെ മാറ്റിവെച്ച് ചാച്ചൻ്റെ സംസ്കാര ശുശ്രൂഷകളായിട്ട് നോക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട മുലകട്ടുപിതാവിന് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് പണ്ടാരശ്ശി പിതാവ് പ്രാർത്ഥനയും ആശ്വാസവും കൊടുക്കപ്പെട്ട് പണ്ടാരശ്ശി പിതാവിനെയും നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അപ്പം ചാച്ചൻ്റെ മകളുടെ ഉടനെ തന്നെ എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ ഭാഷയിലെ എല്ലാ വൈദ്യുതികളും എന്നെ വിളിക്കുകയായി. ആ നിമിഷത്തെ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് വീട്ടിലൂടെ എത്തി എൻ്റെ അസാന്നിധ്യത്തിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചു. എൻ്റെ ഭാഷയിലെ എല്ലാ വൈദ്യുതിയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വിൻസെൻ്റിനെ അതുപോലെ തന്നെ കാർത്താസ് ഹോസ്പിറ്റലിൽ ചാച്ചന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഹോസ്പിറ്റലിലെ എല്ലാ വൈദ്യുതിയും ഒപ്പം ചികിത്സയ്ക്കായോട് ചെയ്യുമ്പോൾ എല്ലാ സഹായവുമായി കൂടെ നിങ്ങൾ ബഹുമാനപ്പെട്ട ജോൺ പ്രിൻസിപ്പലിനെ ഏറ്റവും നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ എല്ലാ വൈദ്യുതിക്കും എല്ലാ വൈദ്യുതികളും ഫോണിലൂടെ എന്നെ ആശ്വാസവാക്കുകൾ അറിയിച്ചു. ധാരാളം വൈദ്യുതികൾ ഈ സമയത്തുള്ള സംഗീതരാണ്. അവരുടെ എല്ലാവരുടെയും ആ സ്നേഹത്തിന് കൂട്ടായ്മയ്ക്ക് എന്നോട് കാണിക്കുന്ന ഈ കരുതലുകൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ സഹോദരങ്ങളുടെയും പേരിൽ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ധാരാളം സിസ്റ്റേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും നോക്കിയാൽ എത്തിച്ചേർന്നു അവരെല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിക്കാൻ സേവനം ചെയ്യുക രോഗികളിലെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകമായി ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പൈസ പള്ളികളിൽ ധാരാളം ഇടവകാലങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും അവരുടെ സ്നേഹത്തെ അവരുടെ മേഖലയോട് കാണിക്കുന്ന ആ കൂട്ടായ്മയ്ക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഒപ്പം എൻ്റെ സഹോദരി സിസ്റ്റർ ജോസിനായുടെ കോൺവെന്റിലുള്ള സിസ്റ്റേഴ്സിനെ പ്രത്യേക നന്ദിയോട് ഓർമ്മിക്കുകയാണ്. സിസ്റ്ററിൻ്റെ പ്രൊഫഷണൽ ചാച്ചനാസുഖമായ സമയത്ത് പ്രത്യേകമായി വീട്ടിൽ പോകുവാനും ശുശ്രൂഷിക്കുവാനൊക്കെ അനുവാദം നൽകി കോർപ്പറേഷൻ എല്ലാ സിസ്റ്റേഴ്സിനും പ്രൊഫഷണലോട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ സഹോദരി ഡിസി അന്ത്യവാസിയായിരിക്കുന്ന സർക്കാർ കോളേജിലെ എല്ലാ അന്തേവാസികളോടും അവിടുത്തെ മാതാ സിസ്റ്റർ വീണായോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ചാച്ചൻ്റെ മരണം ശേഷം ധാരാളം ആളുകൾ ഒരുപാട് അയൽപക്കക്കാരുടെ വീട്ടിലൂടെ എത്തി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്തു. അവരെ എല്ലാവരെയും നന്ദിയോട് ഓർമ്മിക്കുന്നു. അപ്പോൾ ഭഗവാനോട് വെച്ച് എല്ലാത്തിനും കൂടെ താനായ എല്ലാ കാര്യങ്ങളും അപേക്ഷിച്ചിട്ടെല്ലാം അതിൻ്റെതായ ക്രമീകരണത്തിൽ ക്രമീകരിക്കുകയാണ്. അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എപ്പോഴും കൂടി ഉണ്ടായിരുന്നു. ബുധനാട്ട വിദ്യാഭ്യാസത്തോടുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഗീതം മറ്റേ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോട് ഓർമ്മിക്കുകയും ഞങ്ങളുടെ ചാച്ചന് വേണ്ടി
പ്രാർത്ഥനയിലേക്ക് ഓർമ്മിക്കുകയാണ്. പ്രത്യേകം ചാച്ചനോ എല്ലാ ദിവസവും അസുഖമായിട്ടുള്ള ഈ ദേവാലയത്തിൽ വരുമായിരുന്നു. ദേവാലയം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ധാരാളം ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പറയുകയാണ്. ചാച്ചങ്ങളുടെ ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇനിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥനയിൽ ചാച്ചനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോകേണ്ട എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട് ഒരിക്കലും എല്ലാവർക്കും നന്ദി പറയുകയാണ്. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയനാകുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയനാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടേ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോപ്പാറുണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ നന്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ നയാസനത്തങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരുത്തു വലം ഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു, കർത്താവേ, ആരാധിച്ചു വണങ്ങുന്നു. രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും
നൽകണമേ മൃതനായുസ്സും മൃതരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാണവരം ഓർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യമേ സർവാധിതനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾക്കുദ്ധാനം നീകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേനാമേനെന്നും ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനവത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപനിക്ക് പുറത്ത് കർത്താവെ വിശുദ്ധീകരിച്ച കർത്താവെ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ മരിച്ചുയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയായി മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയായി മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയായി മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയായി മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്റെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതലേക്കുവാമേ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ സപ്തതാൽ ആശ്രയിച്ച കർത്താവേ, ആശ്രിത മകനീയമായ നീതി ദിവസത്തിൽ ഞങ്ങളുടെ ചാച്ചനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്തെത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണറിഞ്ഞവരുടെ യജമാനമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കർത്താവേ, മരിച്ചവരെ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാന പ്രതീക്ഷ മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ
ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ എണ്ണത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയ
അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവും ആത്മീയ ഭോജനമാക്കിയ ദാസരോടായി, ദിവ്യശരീരവും രക്തവും ആത്മീയ ഭോജനമാക്കിയ ദാസരോടായി, ദാസരോടായി, ദാസരോടായി. അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീർ